അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. Somebody wants to say something to someone. Somebody want to say something to someone. ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. പറയാനുള്ളതെല്ലാം പ്രണയത്തിന്റെയും സംഗീതത്തിന്റെയും അദൃശ്യമായൊരു നൂലിഴയിൽ പൊതിഞ്ഞ് 25 വർഷങ്ങൾക്ക് മുൻപ് സിബി മലയിൽ മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിച്ച മാന്ത്രികതയായിരുന്നു ദേവദൂതൻ എന്ന ക്ലാസിക് സിനിമ. പഴകും തോറും വീര്യം കൂടുന്ന വശ്യമായ എന്തോ ഒരു നിഗൂഢത ഒളിപ്പിച്ചു വെച്ച ചിത്രം. ലോക സിനിമകൾ കണ്ടും ആസ്വദിച്ചും പരിചയമില്ലാത്ത മലയാളികൾ അന്ന് തിരസ്കരിച്ച ആ ചിത്രം സോഷ്യൽ മീഡിയയിലെ ജനപ്രീതി കൊണ്ട് വീണ്ടും റിലീസിനെത്തിയിരിക്കുകയാണ്. കാലം തെറ്റിയിറങ്ങിയ സിനിമ മലയാളത്തിലെ അണ്ടർ റേറ്റഡ് ക്ലാസിക് മൂവി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളുമായി വീണ്ടും ദേവദൂതൻ എത്തുമ്പോൾ മാറിമറിയുന്ന മലയാളി പ്രേക്ഷകരുടെ സിനിമാ ഇഷ്ടങ്ങൾ കൂടിയാണ് അതിൽ പ്രതിഫലിക്കുന്നത്. സംഗീതത്തിന്റെ രാജാവായി വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തെ ദേവദൂതനിൽ മോഹൻലാൽ അതിമനോഹരമായാണ് പകർന്നാടിയത്. സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയുടെ ജീവിത സാഹചര്യങ്ങളെ കാണിച്ചാണ് സിനിമ ആരംഭിക്കുന്നത്. പിന്നീട് സംഗീതത്തിലേക്ക് കടക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്ന ഒരു അജ്ഞാത ആത്മാവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ടു പോകുന്നത്. ഒരു സംഗീതജ്ഞനിലൂടെ തന്റെ കഥ പറയാൻ വന്ന ആത്മാവ്. അതായിരുന്നു സിബി മലയിലും രഘുനാഥ് പലേരിയും മോഹൻലാലും ജയപ്രദയും ചേർന്ന് അവിസ്മരണീയമാക്കിയ ദേവദൂതൻ എന്ന് ഒറ്റവാക്കിൽ പറയാം. പാട്ടിന്റെ പട്ടുനൂലിൽ കോർത്ത സ്വപ്നസുന്ദരമായൊരു ഫാന്റസി ആയിരുന്നെങ്കിലും 1.5 പതിറ്റാണ്ട് കാലം ആ സ്വപ്നം താലോലിച്ച സംവിധായകന് അത് സമ്മാനിച്ചത് അന്നത്തെ കാലത്തെ പരാജയ ചിത്രമാണ്. എന്നിട്ടും ഇറങ്ങി 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ദേവദൂതൻ മലയാളിയുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം വിദ്യാസാഗറും കൈതപ്രവും ചേർന്ന് അനശ്വരമാക്കിയ അതിലെ നിത്യഹരിത ഗാനങ്ങളാണ്. മോഹൻലാലിന്റെ പ്രകടനത്തോടൊപ്പം വിദ്യാസാഗർ എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ മാസ്മരിക സംഗീതവും ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥയും അവതരണ രീതിയും അക്കാലത്തെ പ്രേക്ഷകർക്ക് എന്തുകൊണ്ടോ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയെങ്കിലും പുതിയ തലമുറ അത് ഏറ്റെടുത്തുവെന്ന സംവിധായകന്റെ വിശ്വാസമാകാം സിനിമ വീണ്ടും റിലീസ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ദേവദൂതൻ റീ റിലീസ് ദിനത്തിൽ സംവിധായകൻ സിബി മലയിൽ പങ്കുവച്ച കുറിപ്പ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്റെ വായനാമുറിയിലെ ചുവരിൽ തൂങ്ങുന്ന ഈ ചിത്രത്തിന് 24 വർഷത്തിന്റെ ചെറുപ്പമുണ്ട്. ദേവദൂതന്റെ ചിത്രീകരണത്തിന്റെ ആദ്യ നാളുകളിൽ നീലഗിരിയിലെ ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് പകർത്തിയ സ്നേഹചിത്രം. കാലം ഞങ്ങൾ മൂവരിലും വരുത്തിയ രൂപപരിണാമങ്ങൾ ഒട്ടും തന്നെ ബാധിക്കാതെ ഞങ്ങൾ അന്ന് മെനഞ്ഞെടുത്ത സ്വപ്നചിത്രം ഇന്ന് നിങ്ങൾക്ക് വീണ്ടും തരികയാണ്. തള്ളാനും കൊള്ളാനുമുള്ള അവകാശം നിങ്ങൾക്കാണ്. പരാതികളില്ല, പരിഭവങ്ങളില്ല, സ്നേഹം, സ്നേഹം മാത്രം.